ഹലോ, ഇതാണ് ഗൗരി കേട്ടോ. അപ്പോൾ എൻ്റെ കസിനാണ്. ഈ കുഞ്ഞു പിള്ളേരുടെ വളർച്ച അതൊക്കെ ഉടക്കട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹരിപ്പാടൊന്ന് കറങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അവളെൻ്റെ അടുക്ക പറഞ്ഞ് ചേച്ചി എടുത്തോ, ഞാൻ വരുന്നില്ല എന്ന്. പക്ഷെ അങ്ങനെ വിടാൻ പറ്റത്തില്ല ഗൗരി. ഞങ്ങൾ രണ്ടുപേരും കൂടെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചൊന്ന് പുറത്ത് പോകുന്നത്. ഇപ്പം ഞാൻ ഹരിപ്പാടാണുള്ളത്, നമ്മുടെ വീട്ടിലാണ്. മീയും പാറുമൊക്കെ പോകുന്നുണ്ട്. ഹരിപ്പാട് ട്രെൻഡ്സിൽ പോകാനാണ്, ഒരു ഷർട്ട് വാങ്ങണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഗൗരിയെ ആയിട്ട് പോകാം. ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ കുറച്ച് ലേറ്റായി പോയി. 2:30 ബസ്സിന് പോകണമെന്നാണ് കരുതിയത്. ഇന്നിപ്പം 3:30 ബസ്സാണ് ഈച്ച വന്നിരിക്കുന്നത്. ഗൗരി ഇപ്പോൾ +2ൻ്റെ എക്സാം കഴിഞ്ഞ് നിൽക്കുക കേട്ടോ. ഈ കുഞ്ഞു പിള്ളേരുടെ വളർച്ചയൊക്കെ കാണത്തില്ലേ, അത് മൊത്തമായിട്ട് കണ്ടത് ഗൗരിയൊക്കെ ആയിരുന്നു. ഞാനൊരു +1 പഠിച്ചപ്പോഴാണ് ഗൗരി ജനിക്കുന്നത്. ഗൗരിയുടെ പിന്നെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു എപ്പോഴും. ഗൗരിയുടെ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു സ്കൂളിൽ, അതുകൊണ്ട് അവളുടെ ചോറ് വാരി കൊടുക്കുക എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. ഇപ്പം വലിയ കൊച്ചായി. ബസ് വരുന്നുണ്ട്, വാ. വന്നിട്ട് ഞാൻ മീറ്റിംഗ് ചലഞ്ച് ഒന്നും എടുക്കുന്നില്ല. എന്തോ ചൂടാണെന്നറിയോ, സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. എറണാകുളത്ത് അത്രയും ബിൽഡിങ്ങും പൊല്യൂഷനും ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ വന്നിട്ട് ചൂടെടുത്ത് ഇവിടെ ആണെങ്കിൽ ഉത്സവം ഇല്ലേ, കുതിരക്കഞ്ഞിയൊക്കെയാണേ, പക്ഷേ സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുക കേട്ടോ. ബസ് വന്നില്ല. ബസ് വന്നെന്ന് കരുതി, പക്ഷെ വേറെ വണ്ടിയായിരുന്നു. ഹൂദായിലാണോ പോയേ? ശരി, ഞങ്ങൾ ബസ് വന്നേ. അങ്ങനെ നമ്മൾ ഹരിപ്പാട് മാധവ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് നടന്ന് വേണം റിലയൻസിലേക്ക് എത്താനായിട്ട്, ട്രെൻഡ്സിലേക്ക് എത്താനായിട്ട്. ഞാൻ ഈ റിലയൻസും ട്രെൻഡ്സും എപ്പോഴും മാറി മാറി പറയുമല്ലോ, എന്ന് വെച്ചാൽ റിലയൻസിൻ്റെ തന്നെയല്ലേ ട്രെൻഡ്സ്. അതുകൊണ്ട് ഇത്തവണ വന്നപ്പോൾ എന്തോ കളക്ഷൻ വളരെ കുറവായിട്ടാണ് തോന്നിയത്. നമുക്കൊരു ഷർട്ടും ടീഷർട്ടും പിന്നെ ഗൗരിക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഷർട്ടും ടീഷർട്ടും എടുത്തു കേട്ടോ. ഇതിപ്പോൾ ഹരിപ്പാട് ടൗണിലുള്ള ഒരേ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ബാക്കി പത്രം. ഇതാണ് കച്ചേരി ജംഗ്ഷൻ. ഇതിവിടുത്തെ താലൂക്ക് ഓഫീസ്. പണ്ടത്തെ താലൂക്ക് ഓഫീസൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, അതായത് പഴയ കാലത്തെ ബിൽഡിംഗ് ഒക്കെ. ഇത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള L&L എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് കം ബേക്കറി എന്നൊക്കെ പറയാം, അവിടെ കയറി. ഇതിവിടുത്തെ അമേരിക്കൻ ഫലൂഡ കേട്ടോ. സംഭവം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൗരിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. അവളിത് മുഴുവനൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ അടുക്ക പറഞ്ഞു, ചേച്ചി ഷെയർ ചെയ്യാമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതിയെന്ന്. ഞാനും ഗൗരിയും കൂടെ തേരാപ്പാര ഹരിപ്പാടിൻ്റെ തെരുവോരങ്ങൾ. തൃക്കുന്നപ്പുഴ വരെയുള്ള ഹരിപ്പാട് കാർത്തികപ്പള്ളി തൃക്കുന്നപ്പുഴ. ആനവണ്ടി കയറാം. അങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞത് ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഗൗരിയുടെ പോയത് കൊണ്ട് ഹരിപ്പാട്ട് എവിടെയൊക്കെ എന്തൊക്കെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വർഷങ്ങളായല്ലോ ഹരിപ്പാടൊക്കെ ഒന്ന് കറങ്ങിയിട്ട്. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇവിടെ തീരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.